പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ സമാഗതമാവുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സുമയ്യ വെള്ളിയഞ്ചേരി. വിശ്വാസികൾക്ക് ആരാധനകളിൽ കൂടുതൽ നിമ്നരാകാൻ അള്ളാഹു ചില അവസരങ്ങളെ പ്രത്യേകം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. മാസങ്ങളായും ദിവസങ്ങളായും സമയങ്ങളായും ലഭിക്കുന്ന അത്തരം അവസരങ്ങളെ വിശ്വാസിയെന്നും കാത്തിരിക്കാറുണ്ട്, അല്ലെ? അത്തരത്തിലുള്ള ഒരു മാസത്തിലേക്കാണ് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുന്നത്. നന്മകൾ പുത്തുലഞ്ഞു നിൽക്കുന്ന നന്മയാർന്ന കാലം, അതെ, റമളാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാൻ പ്രതീക്ഷയാണ്, പ്രാർത്ഥനയാണ്, ഹൃദയത്തെ കഴുകിയുണക്കാനുള്ള പ്രേരണയാണ് റമളാൻ എന്നുള്ളത്. ആ റമളാൻ മാസത്തിലേക്കാണ് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരാധനകളിൽ കൂടുതൽ ആത്മാർത്ഥതയും ഭക്തിയും ശീലിച്ചുകൊണ്ട് ജീവിതത്തിലെ പല കാരണങ്ങളാൽ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന പല സൽക്കർമ്മങ്ങളെയൊക്കെ സജീവമാക്കിക്കൊണ്ട് പാപത്തിന്റെ മാറാലകൾ അടിച്ചു തെളിച്ച് നന്മയുടെ പ്രകാശനാളം ഹൃദയത്തില് കൊളുത്തിവെക്കാൻ റമളാനിന്റെ നാളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോവാൻ നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ സൂറത്ത് ബഖറയിലെ 155-ാം ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ എന്ന്. ആ വിശുദ്ധ ഖുർആനെ കൂടുതൽ അടുത്തറിയുവാനും പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഒക്കെ നാം ഓരോരുത്തരും സമയം കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളായ നാം ഓരോരുത്തരും ഇബാദത്തുകളെ ചെയ്യാൻ പ്രത്യേകം നമ്മളെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ സമയവും അടുക്കളയിൽ മുഴുകാതെ നമ്മുടെ ഇബാദത്തും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പരമാവധി നമ്മുടെ സമയം അതിനനുസരിച്ച് ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. സൃഷ്ടാവിന്റെ മാർഗത്തില് ജീവിതം ക്രമപ്പെടുത്താനുള്ള ഈ പുണ്യദിനങ്ങളാണ് ഇനിയുള്ളത്. ആ ദിനങ്ങൾ അത് വളരെയധികം ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. കഴിഞ്ഞ റമളാൻ പിന്നിട്ടപ്പോൾ അടുത്ത റമളാൻ കാണാനാകുമോ എന്ന് ആശങ്കിച്ചവരാണ് നാം ഓരോരുത്തരും. ആ ആശങ്കയോട് കൂടി തന്നെ ആയിരിക്കണം ഈ റമളാനെയും നാം ഓരോരുത്തരും വരവേൽക്കേണ്ടത്. അതുകൊണ്ട് ഓരോ ദിനവും അതിൻ്റെതായ രീതിയിൽ അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ഓരോരുത്തരും ഈ റമളാനിൽ പരമാവധി ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ആത്മാർത്ഥതയോടുകൂടി ഭക്തിയോടുകൂടി ഇനിയുള്ള നമ്മുടെ കാലത്തേക്കും കൂടെ അതിനുള്ളൊരു മംഗളമായി തീരട്ടെ ഈ ഒരു റമളാൻ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.